കേരള കാർഷിക സർവകലാശാലയുടെ തിരുവനന്തപുരം പട്ടണത്തിന്റെ മധ്യേ സിറ്റിക്കകത്ത് തന്നെ ആറ്റുകാൽ അമ്പലത്തിനോട് ചേർന്ന് അടുത്തുള്ള സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലാണ് പ്രവർത്തിക്കുന്നത്. സംയോജിത കൃഷിയുടെ പല മാതൃകകൾ വികസിപ്പിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇവിടെ. അത് നിങ്ങൾക്ക് ഏവർക്കും ഇവിടെ വന്നാൽ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാവുന്നതാണ്. കൃഷി സ്ഥലമുള്ളവർക്കും പരിമിതമായി സ്ഥലമുള്ള പട്ടണത്തിൽ താമസിക്കുന്നവർക്കും അവലംബിക്കാവുന്ന രീതിയിലുള്ള പല മാതൃകകൾ നമ്മളിവിടെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൽ ഒരു മാതൃക പുരയുടെ കൃഷി മാതൃകയാണ്. നമ്മുടെ വീട്ടുവളപ്പിൽ ഉള്ള കൃഷിയുടെ ഭാഗമായിട്ട് ചെയ്യാവുന്ന അവലംബിക്കാവുന്ന പ്രവർത്തനങ്ങൾ. അതിൽ ഒന്ന് പ്രധാനമായിട്ടുള്ളത് നമുക്കറിയാം, സ്ഥലത്തിൻ്റെ ഒരു പരിമിതിയാണ്. നമുക്ക് സ്ഥലം വളരെ കുറവാണ്. പട്ടണ പ്രദേശങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഒരാളുടെ കൈവശമുള്ളത് 3 സെന്റ്, 4 സെന്റ്, 5 സെന്റ് അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ്. 10 സെന്റിന് താഴെയാണ് പ്രധാനമായിട്ടും എല്ലാവർക്കും കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പക്ഷേ ഏവർക്കും നമ്മുടെ വീടിൻ്റെ ഓട് ചേർന്ന് തന്നെ ഒരു ഫ്ലാറ്റിലാണെങ്കിൽ ബാൽക്കണിയോ, അതല്ല താമസിക്കുന്ന വീടിൻ്റെ മുകളിലൊരു മട്ടുപ്പാവോ, അതല്ല വീട്ടുമുറ്റമോ കാണും. ആ ചുരുങ്ങിയ സ്ഥലത്തിനുള്ളിൽ എങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചർച്ചയാണ് ഈ ചുരുങ്ങിയ സമയത്തിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ലംബകൃഷി എന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇതില് ഇങ്ങനെയുള്ള സ്ട്രക്ചറുകൾ അല്ലെങ്കിൽ ലംബകൃഷിയുടെ ഘടനകൾ വികസിപ്പിച്ചെടുക്കാൻ ഉണ്ടായ ഒരു സാഹചര്യം കൂടെ ഞാൻ നിങ്ങൾ മുമ്പാകെ ഒന്ന് പരിചയപ്പെടുത്തി അല്ലെ അവതരിപ്പിച്ചിട്ട് വിഷയത്തിലേക്ക് കടക്കാം. നമുക്കറിയാം, ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള മാർക്കറ്റിൽ നിന്ന് ലഭ്യമായിട്ടുള്ള പല പച്ചക്കറികളിലും വിഷാംശമുണ്ടെന്നുള്ളൊരു റിപ്പോർട്ട് പത്രങ്ങളിൽ വന്നിരുന്നു. കാർഷിക സർവകലാശാലയുടെ തന്നെ ഒരു ഗവേഷണ വിഭാഗം നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മാർക്കറ്റിലും മറ്റ് കടകളിലുമുള്ള പച്ചക്കറികൾ തിരഞ്ഞെടുത്ത്, കേരളം ഒട്ടാകെ ഉള്ളത് തിരഞ്ഞെടുത്ത് അതിൽ കണ്ട വിഷാംശത്തിനെ പറ്റിയുള്ള ഒരു റിപ്പോർട്ടായിരുന്നു. ആ റിപ്പോർട്ടിന്റെ ഒരു വളരെ ബ്രീഫായിട്ടുള്ളൊരു സമ്മറിയാണ് ഇവിടെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് അനവധീയമായിട്ടുള്ള വിഷാംശത്തിന്റെ അളവ് വളരെ കുറച്ചുള്ള ചില വസ്തുക്കളാണ് ഇടതുവശത്തുള്ള ബോക്സിൽ കാണുന്നത്. അത് തക്കാളി, ക്യാപ്സിക്കം, മഞ്ഞളിന്ന് ചുമന്ന നിറത്തിലുള്ളത്, ഇഞ്ചി, ക്യാബേജ്, കോളിഫ്ലവർ, പിന്നെ പയറ്. ഈ പറഞ്ഞ ഇനങ്ങളിൽ വിഷാംശം തീരെ ഇല്ല എന്നല്ല, കുറവായിട്ട് കാണുന്നു. എന്നാൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഹാനികരമായിട്ട് വരുന്ന ഒരു അളവുണ്ട്. ആ അളവിന് അനവധിയമായിട്ടുള്ള ആ അളവിന് മുകളിലായിട്ട് അളവ് കാണുന്ന രാസവസ്തുക്കൾ, അത് കീടനാശിനിയായാലും കുമിൾനാശിനിയായാലും കളനാശിനിയായാലും കാണുന്ന ചില വിഭവങ്ങളാണ്, പച്ചക്കറികളാണ് വലതുവശത്ത് കാണുന്നത്. ചുവന്ന ചീര, പുതിനയില, ക്യാരറ്റ്, മുളക്, പച്ചമുളക്, പിന്നെ കരിവേപ്പില, കത്തിരി, മല്ലിയില, പച്ചച്ചീര,
നമ്മൾ സാധാരണ വാങ്ങുന്ന ക്യാപ്സിക്കം, പച്ച കളറിലുള്ള ക്യാപ്സിക്കം, വെള്ളരി, വെണ്ട, മുരിങ്ങ, ഇതിലാണ് വിഷാംശം അനവധികമായിട്ടുള്ള ലിമിറ്റിന്റെ അല്ലെങ്കിൽ അളവിന് മുകളിൽ കാണുന്നത്. പക്ഷേ നമ്മൾ ഒന്ന് നോക്കിയാൽ അറിയാം, ഈ പറഞ്ഞ പച്ചക്കറികളെല്ലാം തന്നെ നമ്മുടെ വീട്ടുവളപ്പിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക് വീട്ടിൽ തന്നെ നിരന്തരമായിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം, ക്വാറന്റൈനും മറ്റ് പല കാരണങ്ങളാൽ ലോക്ക്ഡൗൺ ഒക്കെ വന്നപ്പോൾ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ കൃഷിയിലേക്ക് ഒരു താല്പര്യം അമിതമായി നമ്മൾ കണ്ടു. അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് പല പദ്ധതികൾ പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട്, വീട്ടുവളപ്പിൽ തന്നെയുള്ള പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കാനായിട്ട് നടത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ജീവനി എന്ന് പറയുന്ന പദ്ധതി. പച്ചക്കറി തൈകൾ കൊടുക്കുന്നു. ഇത് കൂടാതെ മൊത്തത്തിൽ നമുക്ക് ഒരു ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനായിട്ട്, നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടാകെ ഉറപ്പുവരുത്താനായിട്ട് ഒരു പദ്ധതിയാണ് സുഭിക്ഷ കേരളം. അതിലെങ്ങനെ നമ്മുടെ പല വിഭവങ്ങൾ അന്യ സംസ്ഥാനത്തിനെ ആശ്രയിക്കുന്നതിന് പകരം നമുക്ക് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കാം, തരിശുഭൂമി എങ്ങനെ ഉപയോഗിക്കാം, ഇതിനു വേണ്ടി നമ്മുടെ വീട്ടുവളപ്പിലുള്ള സാഹചര്യങ്ങൾ അല്ലെ സ്ഥലത്ത് എങ്ങനെ ഇത് ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളത്, ആ ഒരു പ്രത്യേക ഒരു സാഹചര്യം ഇപ്പം കണക്കിലെടുത്താണ് ജൈവഗൃഹം എന്ന് പറഞ്ഞ സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതി. ഒരു വീട്ടുവളപ്പിൽ തന്നെ അതിനു വേണ്ട കൃഷി ചെയ്ത് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള ഒരു ധനസഹായം ആ പദ്ധതി മുഖേന നൽകുന്നുണ്ട്. ഈ വർഷം ആ പദ്ധതി 14,000 വീടുകളിൽ നടപ്പിലാക്കി കഴിഞ്ഞു. വരും വർഷങ്ങളിൽ കൂടുതൽ വീടുകളിലേക്ക് നടത്താനായിട്ട് അവര് ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ കൃഷി വകുപ്പാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അതിനു വേണ്ട സാങ്കേതിക സഹായം കാർഷിക സർവകലാശാലയും പ്രത്യേകിച്ച് എൻ്റെ സ്ഥാപനം സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രമാണ് ഇതിന് വേണ്ട കൈത്താങ്ങ് സാങ്കേതികമായിട്ടുള്ളത് നൽകുന്നത്. രണ്ടാമത് ഈ കാണുന്നത് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന നമ്മുടെ പലതരം പച്ചക്കറികളുടെ ഒരു വിലയാണ്. ആദ്യത്തെ കളത്തിൽ ഇനങ്ങൾ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ കളത്തിൽ എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഈ പറഞ്ഞ വിഭവങ്ങൾ വിൽക്കുന്ന ഒരു വിലയാണ്. ഞാനൊരു ഉദാഹരണമായിട്ട് വെണ്ട മാത്രം എടുക്കാം. രണ്ടാമത്തെ റോയിൽ കാണുന്ന വെണ്ട, ഭിണ്ടി, അത് നമ്മുടെ ഇവിടുന്ന് വിൽക്കുന്നത് കിലോയ്ക്ക് 15 രൂപയ്ക്കാണ്. അത് ഗവൺമെന്റിന്റെ തന്നെ മാർക്കറ്റ് നിന്ന് വിൽക്കുന്നത് 18 രൂപ. ചാല, പാളയം പോലുള്ള വലിയ മാർക്കറ്റുകളിൽ വിൽക്കുന്നത് 16 രൂപയ്ക്കാണ്. എന്നാൽ ബിഗ് ബസാർ, നീൽഗിരീസ്, റിലയൻസ് ഫ്രഷ്, ഇതേപോലത്തെ ഒരുപാട് കടകൾ ഇന്ന് നമ്മുടെ പട്ടണത്തിലുണ്ട്. ജൈവ രീതിയിലുള്ള ഉൽപ്പന്നങ്ങളാണ് അവിടെ കിട്ടുന്നത് എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ഇതിന് വില കൂട്ടിയാണ് വിൽക്കുന്നത്. വിഷാംശമുണ്ടോ ഇല്ലയോ എന്നുള്ള വസ്തുത വേറെ. കാരണം പല പഠനങ്ങളിലും ഈ പറഞ്ഞ ജൈവ ഉൽപ്പന്നങ്ങളിലും രാസവസ്തുക്കളുടെ അളവ് അനവധികമായിട്ടുള്ള അളവിന് മുകളിലുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വെണ്ട ഇപ്പൊ നമ്മൾ ബിഗ് ബസാറിൽ നോക്കിക്കഴിഞ്ഞാൽ 35 രൂപയാണ് ഒരു കിലോയ്ക്ക്. നീൽഗിരീസിലെ 85 രൂപ വരെ, റിലയൻസ് ഫ്രഷ് 35 രൂപ. ഈ പറയുന്ന വിലയ്ക്കാണ് നമ്മൾ വാങ്ങുന്നത്. എന്നാൽ വിഷവിമുക്തമായിട്ടുള്ള പച്ചക്കറികൾ നമ്മുടെ തന്നെ പുരയിടത്തിലും നമ്മുടെ മട്ടുപ്പാവിലും നമുക്ക് ഉൽപ്പാദിപ്പിക്കാമെന്നുള്ളതാണ് നമ്മുടെ പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് എൻ്റെ സ്ഥാപനത്തിലുള്ള ഒരു മട്ടുപ്പാവ് തോട്ടമാണ്. പലതരം വിഭവങ്ങളുണ്ട്. ഇതൊരു സംയോജിതമായിട്ടുള്ള ഒരു മട്ടുപ്പാവ് തോട്ടമാണ്. വിളകൾക്ക് പുറമെ അതിൽ കോഴി വളർത്തുന്നുണ്ട്, അസോളയുണ്ട്, മണ്ണിര കമ്പോസ്റ്റിന്റെ യൂണിറ്റ് ഉണ്ട്. ഇവയെല്ലാം ഇതിന്റെ മുകളിൽ തന്നെ നമ്മൾ പരിപാലിക്കുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന മട്ടുപ്പാവ് തോട്ടം നമ്മൾ 2010 സ്ഥാപിച്ചതാണ്. നോക്കിയപ്പോൾ അതിൽ ഏകദേശം നമുക്കൊരു 250 കിലോ പച്ചക്കറിയാണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയുന്നത്. പക്ഷേ ഒരു പ്രായപൂർത്തിയായ 4 അംഗങ്ങൾ അടങ്ങുന്ന ഒരു കുടുംബത്തിന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ശുപാർശ ചെയ്തിരിക്കുന്നത് 300 മുതൽ 350 കിലോ വരെയാണ് ഒരു വർഷം പച്ചക്കറി ആവശ്യമായിട്ട് വരുന്നത്. അപ്പോ എങ്ങനെ ഈ പറഞ്ഞ ചുരുങ്ങിയ സ്ഥലത്ത്, എൻ്റെ ഈ മട്ടുപ്പാവ് തോട്ടം 3 സെന്റിന്റെ ആണ്. നിങ്ങളുടെയൊക്കെ ടെറസുകളിൽ ഒരുപക്ഷെ ഇതിനെക്കാട്ടിയും കൂടുതൽ. ഇതെന്റെ സ്ഥാപനത്തിൽ തന്നെയുള്ള ഒരു കൊച്ചു ബിൽഡിങ്ങിന്റെ മുകളിലാണ്. 3 സെന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 120 ചതുശ്ര മീറ്റർ ആണ് വരുന്നത്. അതിൽ നിന്ന് 250 കിലോ മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയിട്ടുള്ളായിരുന്നു. എങ്ങനെ അത് വർദ്ധിപ്പിക്കാം എന്ന ഉള്ള ആലോചന വന്നപ്പോഴാണ് വിഷവിമുക്തമായിട്ടുള്ള പച്ചക്കറികളുടെ ഉൽപ്പാദനം ഒരു കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള 300 മുതൽ 350 കിലോ വരെ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ലംബ കൃഷിയുടെ ചില ഘടനകൾ
വികസിപ്പിച്ചെടുത്തത്. ഇതിന്റെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് ചില ഘടനകൾ കാണാം. ഇനി നമുക്കത് ഒന്നൊന്നായിട്ട് തന്നെയാണെങ്കിൽ പരിചയപ്പെടാം. ഞാൻ വിഷയത്തിലേക്ക് വരുവാണ്. ലംബകൃഷി, ഇതിന്റെ അനേകം മാതൃകകൾ ലോകമെമ്പാടും ഉണ്ട്. പല രാജ്യങ്ങളിലും ഇതിന്റെ വളരെ കോംപ്ലിക്കേറ്റഡ്, സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഘടനകളുണ്ട്, ചെയ്യുന്ന രീതിയുണ്ട്. എന്നാൽ ഞാൻ ഇവിടെ നിങ്ങളുമായിട്ട് അല്പനേരം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കിവിടെ അനുവർത്തിക്കാവുന്ന രീതിയിലുള്ള, നമ്മുടെ വീടുകളിൽ അനുവർത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില ലംബകൃഷി രീതികളാണ്. ഈ കാണുന്ന ഘടന ഒരു 22ഓളം ചട്ടികളാണ് നമുക്ക് വെക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് കാണാം, അത് വളരെ ചുരുങ്ങിയ സ്ഥലത്തിലാണ്, ഒരു മീറ്റർ ബൈ 1 മീറ്റർ സ്ഥലത്ത് തന്നെ ഇത് സ്ഥാപിക്കാൻ പറ്റും. ഇതിലൊരു മഴമറ വെച്ചിട്ടുണ്ട്. നമുക്കത് ആവശ്യത്തിനനുസരിച്ച് വെക്കുകയും മാറ്റുകയും ചെയ്യാം. പ്രത്യേകിച്ചും മഴയുള്ള സമയത്ത് നമുക്ക് ഈ മഴമറ ഉപയോഗിക്കാം. അത് വേണ്ടാത്ത സമയത്ത്, വേനൽക്കാലത്തൊക്കെ നമുക്ക് മഴയില്ലാത്ത സമയത്ത് അത് മാറ്റാവുന്നതാണ്. വെളിച്ചം കടന്ന് വരുന്ന രീതിയിലുള്ള മഴമറകളാണ് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിലിപ്പോൾ കാണുന്നത് നമ്മുടെ ചട്ടികൾ ആണ്. അതിൻ്റെ അത് ചീര വളർത്തിയിരിക്കുന്നു. ഈ ചട്ടികളുടെ വ്യാപ്തി നമുക്ക് അതിനനുസരിച്ച് ആ ഘടനയ്ക്കകത്ത് റിങ്ങുകളുടെ വലിപ്പം കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പലതരം ചട്ടികൾ അതിൻ്റെ അകത്ത് വെക്കാവുന്നതാണ്. ഇതിലെല്ലാം ഉപയോഗിക്കുന്ന ഈ ഏത് ഘടന കാണിച്ചാലും ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന മാധ്യമം എന്ന് പറയുന്ന മണ്ണ്, അതുപോലെ തന്നെ കുറച്ച് പാറപ്പൊടി, പിന്നെ ചകിരിച്ചോറ്, പിന്നെ ജൈവവളം. ജൈവവളത്തിന്റെ പല സ്രോതസ്സുകളുണ്ട്. അത് ചാണകമാവാം, മണ്ണിര കമ്പോസ്റ്റ് ആവാം, ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആവാം. ഇത് കൂടാതെ ചെടിക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ നൽകാനായിട്ട് ജൈവ ഉൽപ്പന്നങ്ങളായിട്ട് ഉൽപാദന ഉപാധികളായിട്ടുള്ള വേപ്പൻ പിണ്ണാക്ക്, കടല പിണ്ണാക്ക് ഇവയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ജീവാണു വളങ്ങളും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതാണ് മാധ്യമങ്ങൾ നമ്മൾ നിറച്ച് കണ്ടപ്പോൾ മണല് വായു സഞ്ചാരത്തിന് വളരെ ആവശ്യമായിട്ടുള്ളൊരു കമ്പോണന്റ് ആണ്. അപ്പോൾ മണ്ണിനോടൊപ്പം തന്നെ മണലും ജൈവവളവുമാണ് നമ്മൾ തുല്യ അനുപാതത്തിൽ 1:1:1 അനുപാതത്തിലാണ് സാധാരണ ശുപാർശ ചെയ്യുന്നത്. മണൽ പണ്ട് ആറ്റുമണലായിരുന്നു. അതിൻ്റെ ഒരു ലഭ്യത കുറഞ്ഞപ്പോഴത്തേക്കും ഒരു മറ്റേ പ്രൊപ്പോർഷനിൽ ഹാഫ്, ഒരു ഭാഗം മണ്ണെടുത്ത് കഴിഞ്ഞാൽ അരഭാഗം പാറപ്പൊടി നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ പാറപ്പൊടിക്കുള്ള ഒരു മെച്ചം, അത് വായുസഞ്ചാരം അനുവദിക്കും. എന്നാൽ അതേസമയം തന്നെ ഇതിൻ്റെ അകത്ത് സൂക്ഷ്മ മൂലകങ്ങൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ചെടിക്ക് ആവശ്യമായിട്ടുള്ള സൂക്ഷ്മ മൂലകങ്ങൾ അത് നൽകുന്നതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞത് ഒരു ഭാഗം ജൈവവളമാണ് ഇടേണ്ടത്. ഇതാണ് ഇതിൽ നിറയ്ക്കേണ്ടത്. ഏത് ഘടന കാണിച്ചാലും അതിൻ്റെ അകത്ത് വളർത്തുന്ന, ഇപ്പോൾ ചട്ടി ആയാലും ശരി, ഗ്രോ ബാഗ് ആയാലും ശരി, അതിൽ നിറയ്ക്കേണ്ട മാധ്യമം ഇതാണ്. ഈ കാണുന്ന ഘടന ഒരു ഏണി പോലത്തെ ഒരു ഘടനയാണ്. ഇതിൽ നമ്മുടെ വീട്ടിൽ ഒന്നെങ്കിൽ പ്ലംബിംഗ് വർക്കോ എന്തെങ്കിലും ചെയ്തിട്ട് വരുന്ന അവശിഷ്ടമായിട്ടുള്ള പൈപ്പുകൾ, ഏകദേശം 6 ഇഞ്ച് ഡയമീറ്റർ ഉള്ള പൈപ്പുകളാണ്. ഇതിൻ്റെ അകത്ത് നിറച്ചിരിക്കുന്നത് ചകിരിച്ചോറും മണ്ണിര കമ്പോസ്റ്റും മാത്രമാണ്. ഇവിടെ നമുക്ക് കാണാൻ ആഴം അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ വേരുകൾക്ക് തഴച്ചു വളരാനായിട്ടുള്ളൊരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ ഇലവർഗ്ഗങ്ങൾ, തരുന്ന പച്ചക്കറികൾ മാത്രമേ ഇലവർഗത്തിൽപ്പെട്ട പച്ചക്കറികൾ മാത്രമേ നമ്മൾ വളർത്തുന്നുള്ളൂ. ചീര, പാലക്ക്, ആഫ്രിക്കൻ മല്ലി, ഇതുപോലത്തെ ലീഫി വെജിറ്റബിൾസ് അല്ലെ ഇലവർഗ്ഗങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്ത് വളർത്തുക. ഇതും വളരെ ചുരുങ്ങിയ സ്ഥലത്ത് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് മറ്റൊരു ഘടന. ഇതിൽ 16 ചട്ടികൾ, നേരത്തെ കാണിച്ച 22 ചട്ടികൾ, കറുത്ത ചട്ടികൾ നിങ്ങൾ കണ്ടു, ചെറിയ ചട്ടികളായിരുന്നു. ഇതെന്നാൽ വലിയ ചട്ടിയാണ്. ഏകദേശം 30 സെന്റിമീറ്റർ ഡയമീറ്റർ വരുന്ന മുകളിൽ വ്യാപ്തിയുള്ളൊരു ചട്ടിയാണ്, മണ്ണുകൊണ്ട് ഉണ്ടാക്കിയത്. നമ്മുടെ മൺചട്ടി. ഇതിൻ്റെ അകത്ത് പല തരത്തിലുള്ള പച്ചക്കറികൾ, വെണ്ട, ചീര, പിന്നെ കത്തിരി, പച്ചമുളക്, തക്കാളി ഇവയൊക്കെ ഇതിൽ വളർത്താവുന്നതാണ്. ഈ ഘടനയിൽ നമ്മൾ ടെറസിലാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ വീലുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അത് വീട്ടമ്മയ്ക്കോ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ സൗകര്യമായിട്ട് നീക്കി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഘടനയാണ്. ഇത് അതേ ഘടന തന്നെ മഴമറയോടൊപ്പം വെച്ചിരിക്കുന്നതാണ്.
ഇതിൽ നമുക്ക് ഈ മഴമറ ആവശ്യത്തിനനുസരിച്ച് വെക്കുകയും മാറ്റുകയും ചെയ്യാവുന്ന ഒരു സജ്ജീകരണമാണ് അതിൽ ചെയ്തിട്ടുള്ളത്. ഇത് സ്റ്റെപ്പ് പോലെയുള്ള സ്റ്റെയർ കേസ് ഒരു അപ്പാരറ്റസ് ആണ്. സ്റ്റെപ്പായിട്ട് ഏകദേശം 30ഓളം ഗ്രോ ബാഗുകൾ മാധ്യമങ്ങൾ നിറച്ചത് നമ്മൾ ഇതിൻ്റെ അത് വെച്ചിട്ടുണ്ട്. 15 മുതൽ 17 വരെ കിലോ മാധ്യമം ഈ പറഞ്ഞ ഗ്രോ ബാഗുകളുടെ അടുത്ത് നിറച്ചിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ വിളകൾ തന്നെ ഇവിടെ വളർത്താം. ഇതിപ്പം ചീരയാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ ചുരുങ്ങിയ സ്ഥലത്തിൽ നമുക്ക് വെർട്ടിക്കലായിട്ടുള്ള സ്പേസ് കൂടുതൽ ഉപയോഗിക്കാം. ആ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാവുന്ന ഒരു ഘടനയാണ് ഇത് കണ്ടത്. ഇത് പല വീടുകളിലും ഓൾറെഡി നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് കണ്ടിട്ടാണെങ്കിൽ അനുവർത്തിച്ചിട്ടുള്ള ഒരു വിളയാണ്, ആ ഒരു ഘടനയാണ്. ഇത് 21 ഗ്രോ ബാഗുകൾ വെക്കാവുന്ന ഒരു ഘടനയാണ്. ഈ ഘടനയുടെ ഒരു പ്രത്യേകത, ഇതിനെ നമുക്ക് തുള്ളി നന അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷനോടുകൂടി ഇപ്പം സംയോജിപ്പിക്കാവുന്നതാണ്. ഇതിൽ ഓരോ കാണുന്ന പ്ലാറ്റ്ഫോമിലും നമുക്ക് ഗ്രോ ബാഗുകൾ വെക്കാം. ഏറ്റവും മുകളിൽ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ജലസേചനം നടത്തുമ്പോൾ വെള്ളം നമുക്കറിയാം ഒരു അപര്യാപ്തതയാണെങ്കിൽ നമ്മുടെ പട്ടണ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്, ഒരു ചെറിയൊരു ഷോർട്ടേജ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഡ്രിപ്പ് ഇറിഗേഷൻ പോലെ, വിക്ക് ഇറിഗേഷൻ പോലുള്ള പല പല മാർഗങ്ങളാണ് നമ്മൾ അവലംബിക്കേണ്ട വെള്ളം സേവ് ചെയ്യാനായിട്ട്. അപ്പൊ ഈ മുകളിൽ വെച്ചിരിക്കുന്ന ബക്കറ്റിൽ മാത്രം നമ്മൾ വെള്ളം നിറച്ചു കൊടുത്താൽ മതി. അതിലൊരു പൈപ്പ് ഘടിപ്പിച്ച് അതിൽ നിന്ന് ഡ്രിപ്പ് ഓരോ ബാഗുകളിലേക്കും നമുക്ക് നൽകാവുന്നതാണ്. ഇത് അതിൻ്റെ ഒരു ചിത്രമാണ്. നിങ്ങൾക്ക് കാണാൻ ഏറ്റവും മുകളിലൊരു തൊട്ടി വെച്ചിരിക്കുന്നത്, ബക്കറ്റ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടതുവശത്ത് നമ്മളൊരു പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, കറുത്ത കളറിൽ കാണാം. ആ പൈപ്പിൽ നിന്ന് നമുക്ക് ടാപ്പിൽ നിന്ന് വേറെ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പൈപ്പുകളാണ് താഴേക്ക് പോയിരിക്കുന്നത്. ഓരോ ചെടികളുടെയും വേരിൻ്റെ അടുത്തേക്ക് അതിൻ്റെ എമിറ്റർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ മാത്രം നിറച്ചു കൊടുത്താൽ മതി വെള്ളം. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അതിൻ്റെ റേറ്റ് ക്രമീകരിക്കാവുന്നതാണ്. വെള്ളം ഈ പറഞ്ഞ ചെടികൾക്ക് ലഭ്യമാണ്. ഈ നേരത്തെ പറഞ്ഞ ഘടന വളരെയധികം വീടുകളിൽ, ഇവിടെ മാത്രമല്ല, കൃഷി വിജ്ഞാൻ കേന്ദ്ര, മിത്ര നികേതൻ അവരുടെ ഒരു ഫ്രണ്ട് ലൈൻ ഡെമോൺസ്ട്രേഷന്റെ ഭാഗമായിട്ട് ഏകദേശം 10ഓളം വാർഡുകളിൽ തിരുവനന്തപുരം പട്ടണത്തിൽ ചെയ്തിട്ടുണ്ട്. ചില പട്ടണത്തിൽ തന്നെ സ്ഥിതി ചെയ്തിരിക്കുന്ന കൃഷിഭവനുകൾ അവരുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ ഘടന ഉപയോഗിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിലുള്ള കൃഷി വിജ്ഞാൻ കേന്ദ്ര, ആ ജില്ലയിലുള്ള പല വീടുകളിലും ഇത് നൽകിയിട്ടുണ്ട്. ഈ ഘടനയ്ക്കകത്ത് നേരത്തെ കണ്ട ഘടനയിൽ നിന്ന് ഇത് നേരത്തെ കണ്ട ഘടനയാണ്. ഇതിന്റെ പലവർക്കും കൊടുത്തപ്പോൾ ബാൽക്കണികളിലൊക്കെ വെച്ചിരുന്നു. എന്നാൽ അതിലൊരു ബുദ്ധിമുട്ട് അവർക്ക് കണ്ടത്, ഇതിങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ടിരിക്കുന്നത് കൊണ്ട് നീക്കം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതിന്റെ അപ്പുറത്തെ വശത്തുള്ള ചെടികൾക്ക് വേണ്ട രീതിയിലുള്ള പരിപാലനം ചെയ്യാനും കൈ എത്തത്തില്ല. അതുപോലെ തന്നെ അതിൽ ഉണ്ടാവുന്ന കായ്, പിന്നെ രോഗകീട നിയന്ത്രണത്തിന് വേണ്ട മാർഗങ്ങൾ അവലംബിക്കാൻ ഇതിനൊക്കെ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഘടന അതിനെ മോഡിഫൈ ചെയ്ത്, അതിനെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തു. നിങ്ങൾക്ക് കാണാം മറ്റേതിനെക്കാട്ടി അല്പം കൂടെ ക്ലോസ് ആയിട്ടാണ് അടുത്തിരിക്കുന്ന ഒരു ചെറിയ ഘടനയാണിത്. പക്ഷെ ബാഗുകൾ അത്രയും തന്നെ വെക്കാം. ഇതിന്റെ നടുക്ക് ഒരു ഷാഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് കാരണം തന്നെ ഈ പറയുന്ന ഘടന നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, തിരിക്കാവുന്നതാണ്. നമ്മുടെ ആവശ്യാനുസൃതം നമുക്ക് തിരിക്കാം. ഏറ്റവും മുകളിൽ നമ്മളൊരു മഴമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അതും നീക്കം ചെയ്യാവുന്നതാണ് ആവശ്യത്തിനനുസരിച്ച്. ഇതിലും നേരത്തെ പറഞ്ഞ പലതരത്തിലുള്ള വിളകൾ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. ഇത് 15ഓളം ഗ്രോ ബാഗുകൾ ഒരേ സമയത്ത് വെക്കാവുന്ന ഒരു ഘടനയാണ്. അതോടൊപ്പം തന്നെ ഇലവർഗ്ഗങ്ങളും കൂടെ വളർത്താം. അപ്പോൾ ഈ മുന്നിൽ കാണുന്ന ആ 3 പൈപ്പ് പോലെ തന്നെ അപ്പുറത്തും അര പൈപ്പുകൾ 3 എണ്ണം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇലവർഗ്ഗങ്ങൾ നമുക്ക് വളർത്താം. അല്ലാതെ ഗ്രോ ബാഗുകളിൽ ആവശ്യമായിട്ടുള്ള മറ്റ് വിളകൾ വളർത്തുകയും ചെയ്യാം. ഇവിടെയും ഒരു മഴമറയുണ്ട്, മുകളിൽ നട്ടും ബോൾട്ടും കൊടുത്തിട്ടുണ്ട്. അത് സമയമനുസരിച്ച് നമുക്ക് നീക്കം ചെയ്യുകയും തിരിച്ച് ഘടിപ്പിക്കുകയും ചെയ്യാവുന്ന ഒരു ഘടനയാണിത്. ഇത് നമ്മൾ ഏറ്റവും അവസാനം വികസിപ്പിച്ചെടുത്ത്, ഞാൻ പറഞ്ഞു ജലത്തിന്റെ ഒരു ദൗർലഭ്യം നമുക്കിവിടെ പട്ടണ പ്രദേശങ്ങളിലുണ്ട്. അതുകൊണ്ട് തിരിനനയോടൊപ്പം തന്നെ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സംയോജിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു ഘടനയാണ്. ഇതിൽ ഏകദേശം ഒരു 1.5 മീറ്ററോളം നീളം വരും. അതുപോലെ തന്നെ ഒരു 1.5 മീറ്റർ വീതി വരും. അത്രയും സ്ഥലം മാത്രമേ അത് ഉപയോഗിക്കത്തുള്ളൂ. പക്ഷെ 29 ഗ്രോ ബാഗുകൾ, ഈ 29 ഗ്രോ ബാഗുകൾ നമ്മൾ അല്ലാതെ നിരത്തി വയ്ക്കണമെങ്കിൽ ഇതിനെക്കാട്ടിയും വളരെയധികം സ്ഥലം വേണം. അപ്പോൾ ഈ രീതിയിൽ വളർത്താം. ഈ ഓരോ
ലെയറിന്റെയും അല്ലെങ്കിൽ തട്ടിന്റെയും അടിയിൽ നിങ്ങൾക്കൊരു പൈപ്പ് കാണാം. ഇതേപോലെ മുൻവശത്ത് പോലെ തന്നെ അപ്പുറത്തെ വശത്തും ഉണ്ട്. ഈ പൈപ്പുകളുടെ വലതുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്യാപ്പ് അടപ്പ് കാണാം. ആ അടപ്പ് ഊരിയിട്ട് അതിൻ്റെ അകത്തേക്ക് വെള്ളം നിറച്ചു കൊടുത്താൽ മതി. താഴെയുള്ള പൈപ്പിൻ്റെ അകത്ത് വെള്ളം നിറയും. ബാഗുകൾ ഇരിക്കുന്ന താഴെ ഓരോ പൈപ്പിൽ നിന്ന് തിരികൾ നമ്മൾ ഈ പറയുന്ന ബാഗുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. തിരികൾ വന്ന് അവസാനിക്കുന്നത് നമ്മുടെ വേരിന്റെ അടുത്താണ്, ചെടിയുടെ വേരിന്റെ അടുത്താണ് വരുന്നത്. അതുകൊണ്ട് ജലം അവിടെ മാത്രം നമ്മൾ നൽകും. സാധാരണഗതിയിൽ നമ്മൾ വെള്ളം അല്ലെങ്കിൽ ചെടികൾ നനയ്ക്കുമ്പോൾ നമുക്കൊരു സംതൃപ്തി കിട്ടുന്നത് നമ്മൾ ഒഴിക്കുന്ന വെള്ളം താഴെയുള്ള ശിശിരങ്ങളിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ്. പക്ഷെ അത് നമ്മൾ വെള്ളം ഒരുപാട് ദുരുപയോഗമാണ്, അത് വേസ്റ്റ് ചെയ്യുവാണ്. കാരണം ചെടിക്ക് അത്രയും വെള്ളം ആവശ്യമില്ല. അപ്പോൾ വേരിന്റെ അടുത്ത് മാത്രം വെള്ളം കിട്ടത്തക്ക രീതിയിലുള്ളൊരു സംവിധാനമായത്. ഇതിന് മറ്റൊരു മെച്ചമുള്ളത് ഈ പറഞ്ഞ പൈപ്പിൽ കൂടെയും തിരിയിൽ കൂടെയും നമുക്ക് ചെടിക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങളും നൽകാവുന്നതാണ്. വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്ന രീതിയിലുള്ള പല രാസവളങ്ങൾ ഇന്ന് കിട്ടുന്നുണ്ട്. അതല്ലാത്ത പക്ഷം നമുക്ക് വീട്ടിൽ പശു ഉണ്ടെങ്കിൽ പശുവിൽ നിന്ന് കിട്ടുന്ന ഗോമൂത്രം, ഇത് എൻ്റെ സ്ഥാപനത്തിൽ ഗോമൂത്രവും പിന്നെ പച്ച ചാണകത്തിന്റെ തെളിയും നമ്മൾ വിൽക്കുന്നുണ്ട്. ഒരു കുപ്പിക്കകത്ത് ഏകദേശം 1 ലിറ്ററിന്റെ കുപ്പിക്ക് 20 രൂപ എന്നുള്ള തോതിലാണ് നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ അത് വേണമെങ്കിലും നമുക്ക് ഈ പറയുന്ന പൈപ്പുകളിൽ വലതുവശത്ത് കാണുന്ന അടപ്പ് മാറ്റിയിട്ട് അത് നിറച്ചു കൊടുക്കാം. വെള്ളത്തിൽ ലയിപ്പിച്ച് നീർപ്പിച്ചിട്ടുള്ള രീതിയിൽ കൊടുക്കാം. 15 തവണ വെള്ളത്തിൽ ഗോമൂത്രം ലയിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പച്ച ചാണകത്തിന്റെ തെളി എടുത്ത് 10 തവണ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഇതിൽ നിറയ്ക്കാവുന്നതാണ്. ചെടിക്ക് വെള്ളത്തിനോടൊപ്പം തന്നെ മൂലകങ്ങളും കിട്ടും. ഇത് ഈ പൈപ്പ് ക്ലീൻ ചെയ്യണമെങ്കിൽ അതിനുശേഷം വെള്ളം മാത്രം മതി. ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടതുവശത്ത് കാണുന്ന ആ വാൽവ് തുറന്നു കൊടുത്താൽ മതിയാവും. അതിൽ കൂടെ കഴുകി നമുക്ക് ഇറക്കാവുന്നതാണ്. ഈ ഒരു ഘടനയും വളരെയധികം ഒരുപാട് പേരിപ്പം വന്ന് കണ്ടിട്ടാണെങ്കിൽ ഇപ്പോൾ അവലംബിക്കുന്നുണ്ട്. അപ്പൊ ഈ കണ്ട ഘടനകൾ ഇത്രയാണ് നമ്മുടെ ഇവിടെ ഈ സ്ഥാപനത്തിൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഘടനകൾ. ഇത് ഒരു നമ്മുടെ മുറ്റത്ത് തന്നെ മത്സ്യം വളർത്താൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. ഇതിൻ്റെ അകത്ത് താഴെ കാണുന്ന ഒരു ഫൈബർ ടാങ്ക്, 2000 ലിറ്ററോളം വെള്ളം അതിൽ കൊള്ളും. ഇതിൻ്റെ അകത്ത് മത്സ്യം ഒരു 100 വരെ മത്സ്യത്തിനെ നമുക്ക് വളർത്താം. പലതരം മത്സ്യങ്ങളുണ്ട്, അതും കൂടെ ഞാനൊന്ന് പറയാം. അപ്പോൾ ഈ മത്സ്യങ്ങളുടെ വിസർജനവും അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ആഹാരം നമ്മൾ കൊടുക്കുമ്പോൾ, തീറ്റ കൊടുക്കുമ്പോൾ അത് അഴുകി ചേർന്ന് നമ്മുടെ വെള്ളത്തിൻ്റെ അകത്ത് അമോണിയ ഗ്യാസിന്റെ നിർമ്മാണം ഉണ്ടാവും. അത് അമിതമായി കഴിഞ്ഞാൽ മീൻ ചത്തുപോകും. അതുകൊണ്ട് തന്നെ വെള്ളം 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ മാറ്റേണ്ടി വരുന്നു. ഇപ്പൊ 2000 ലിറ്റർ വെള്ളം അങ്ങനെ നമുക്ക് നഷ്ടമാവും. അതായത് ഒരുപാട് ദുരുപയോഗമാണ് വെള്ളത്തിൻ്റെ. അത് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ മുകളിൽ ഈ കാണുന്ന 2 പച്ച ഡബയ്ക്കകത്ത് ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊരു 1500 രൂപ വില വരുന്ന ഒരു ചെറിയ മോട്ടർ വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. അത് ഈ പൈപ്പ് വഴി, നടുക്ക് കാണുന്ന പൈപ്പ് വഴി വെള്ളത്തിനെ മുകളിലേക്ക് പമ്പ് ചെയ്യും. ഇത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളം മുകളിൽ പോയി ഈ അരിപ്പയ്ക്കകത്ത്, മുകളിലുള്ള 2 വീപ്പയ്ക്കകത്ത് വീഴും. അരിപ്പയുടെ ഘടന ഞാൻ പറഞ്ഞു തരാം. ആ അരിപ്പയിൽ കൂടെ അരിച്ചു വരുന്ന വെള്ളം തിരിച്ച് വീണ്ടും ഇതിൻ്റെ അകത്ത് വരും. നമ്മൾ അരിപ്പ മാത്രം ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ വരുമ്പോൾ ഒരു 1.5-2 മാസം ഒക്കെ ആവുമ്പോൾ മാത്രം വെള്ളം നമ്മൾ മാറ്റിയാൽ മതിയാവും. അപ്പോൾ വളരെയധികം നമുക്ക് വെള്ളം ലാഭിക്കാനായിട്ട് പറ്റും. നേരത്തെ മുകളിൽ കണ്ട അരിപ്പയ്ക്കകത്ത് കാണുന്ന പല ഘടകങ്ങളാണിത്. എല്ലാം 5 സെന്റിമീറ്റർ വീതം വെച്ചാണ്. ഏറ്റവും താഴെ കാണുന്നത് 3/4 ഇഞ്ച് മെറ്റലാണ്. നമ്മുടെ റോഡ് പണിക്കൊക്കെ ഉപയോഗിക്കുന്ന, വീട്ടിലെ പല പണിക്ക് കോൺക്രീറ്റ് ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന 3/4 ഇഞ്ച് മെറ്റൽ, അതൊരു 5 സെന്റിമീറ്റർ. അതിൻ്റെ മുകളിൽ ബേബി മെറ്റൽ, അതായത് നമ്മുടെ മുറ്റത്തൊക്കെ നിരത്തിയിടുന്ന കൊച്ചു മെറ്റല്, അതൊരു 5 സെന്റിമീറ്റർ. അതിൻ്റെ മുകളിൽ ചാക്കിനകത്താക്കി, പ്ലാസ്റ്റിക് ചാക്കിൻ്റെ അകത്താക്കി നമ്മുടെ മണലില്ലാത്ത പക്ഷം നമുക്ക് പാറപ്പൊടി നിറച്ച് 5 സെന്റിമീറ്റർ കനത്തിൽ ചാക്കുകളുടെ അകത്ത് നിറച്ച് വെക്കാം. അതിൻ്റെ മുകളിൽ ചിരട്ട കത്തിച്ച് കിട്ടുന്ന കരി കഴുകി എടുത്തു കഴിഞ്ഞാൽ അതും ചാക്കിൻ്റെ അകത്ത് നിറച്ച് ഒരു 5 സെന്റിമീറ്റർ. ഏറ്റവും മുകളിൽ ഒരു സ്പോഞ്ച്, 5 സെന്റിമീറ്റർ കനമുള്ളൊരു സ്പോഞ്ച്. അപ്പോൾ വെള്ളം നമ്മൾ പമ്പ് ചെയ്ത് മുകളിലേക്ക് വിടുന്ന, നടുക്കൂടെ ഈ പൈപ്പ് വഴി വിടുന്ന വെള്ളം മുകളിൽ ചെന്ന് ഈ പൈപ്പ് വഴി നേരെ ഈ അരിപ്പയ്ക്കകത്ത് വീഴും. ഈ കാണുന്ന ഘടകങ്ങളിലെല്ലാം അരിച്ചരിച്ചായിരിക്കും വെള്ളം പുറത്ത് വരിക, ശുദ്ധീകരിച്ച് വരിക. നമ്മൾ ആകെ ചെയ്യേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഈ മുകളിൽ കാണുന്ന സ്പോഞ്ച്
കൽക്കരി അല്ല കരി അടങ്ങിയിരിച്ചിട്ടുള്ള ചാക്കുകളും പിന്നെ പാറപ്പൊടി അടങ്ങിയിരിക്കുന്ന ചാക്കുകൾ എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി കൊടുത്താൽ മതി. ബേബി മെറ്റലും 3/4 ഇഞ്ച് മെറ്റലും നമ്മൾ മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ 1.5-2 മാസം കഴിയുമ്പോൾ മാത്രം താഴെ ഫൈബർ ടാങ്കിലുള്ള വെള്ളം മാറ്റിയാൽ മതിയാവും. ഇതിൻ്റെ അകത്ത് വളർത്താവുന്ന ഒരു മത്സ്യമാണ് ഇത്. ഗിഫ്റ്റ് എന്നാണ് പേര്. ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാം തിലാപ്പിയ. നമ്മുടെ പഴയ തിലാപ്പിയയുടെ തന്നെ ഒരു ഇംപ്രൂവ്ഡ് അല്ലെങ്കിൽ മികച്ച ഒരു ഇനമാണ് ഇത്. ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു 1/4 കിലോ മുതൽ 300 ഗ്രാം വരെ തൂക്കം ഒരു മത്സ്യത്തിന് വരും. കണ്ടാൽ കരിമീൻ പോലെ ഇരിക്കും. ഫ്രൈ ചെയ്ത് കഴിക്കാൻ വളരെ നല്ലതാണ്. മാർക്കറ്റിൽ ഇതിന് കിലോയ്ക്ക് 300 രൂപയാണ് വില വരുന്നത്. ഇത് ഞാൻ നേരത്തെ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടുമുറ്റത്ത് ടാങ്കുകളിൽ വളർത്താം. നിങ്ങൾക്ക് കുളമുണ്ടെങ്കിലോ മറ്റ് ടാങ്കുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തും നിങ്ങൾക്ക് വളർത്താവുന്നതാണ്. ഇവിടെ തെങ്ങിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു സംയോജിത കൃഷി മാതൃകയിൽ തെങ്ങിൻ്റെ ഇടയ്ക്ക് ചാലുകളുണ്ട്. വെള്ളം വർഷം മുഴുവൻ അതിൻ്റെ അകത്ത് നിലനിർത്തിയിട്ട് അതിൽ നമ്മൾ ചെയ്യുന്ന കൃഷി ഇത് വളർത്തുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് വാഴ അധിഷ്ഠിത കൃഷി സമ്പ്രദായമുണ്ട്. അതിൻ്റെയും പണകളുടെ ഇടയ്ക്ക് ബണ്ടുകളുടെ ഇടയ്ക്ക് ചാലെടുത്തിട്ട് അതിൽ നമ്മൾ ഈ പറഞ്ഞ മത്സ്യത്തിനെ വളർത്തുന്നുണ്ട്. ഇത് കൂടാതെ വളർത്താവുന്ന മറ്റ് മത്സ്യങ്ങളാണ് ഈ കാണുന്നത്. കട്ല, റോഹു, മൃഗാൾ, ഗ്രാസ് കാർപ്പ്. ഏറ്റവും മുകളിൽ ഇടതുവശത്ത് കാണുന്നതാണ് കട്ല. ഈ മത്സ്യങ്ങളെ നമ്മൾ ഒന്നെങ്കിൽ ഒറ്റയ്ക്ക് നമുക്ക് വളർത്താവുന്നതാണ്. അതല്ലാത്ത പക്ഷം നമുക്കിതിനെ ഈ 4 എണ്ണത്തിനെ ഒരുമിച്ച് നമുക്ക് വളർത്താവുന്നതാണ്. കട്ല ഏറ്റവും മുകളിലത്തെ തട്ടിൽ മാത്രമേ ഭക്ഷിക്കത്തുള്ളൂ. അതിൻ്റെ വായുടെ ചുണ്ടിൻ്റെ ഒരു ആകൃതി കണ്ടാൽ നിങ്ങൾക്കറിയാം മുകളിലോട്ടാണ്, മുകളിലത്തെ ലെയറിലാണ് അല്ലെ തട്ടിലാണത് ഭക്ഷിക്കുന്നത്. രണ്ടാമത്തെ തട്ടിൽ തൊട്ട് താഴെ വരുന്നതാണ് റോഹു. നടുക്ക് ഉള്ള രീതിയിലാണ് അത് ഭക്ഷണം. ആ തട്ടിൽ നിന്നാണ് ഭക്ഷണം എടുക്കുന്നത്, അവിടെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വായിൻ്റെ ആകൃതി നേരെയാണ്. ഏറ്റവും താഴോട്ട് വരുമ്പോഴാണ് മൃഗാൾ, ഗ്രാസ് കാർപ്പ്. ഗ്രാസ് കാർപ്പ് സാധാരണ പുല്ല് തിന്ന് വളരുന്ന. അപ്പോൾ നമ്മുടെ കുളത്തിലൊക്കെ വളർത്തുമ്പോൾ ഗ്രാസ് കാർപ്പ് ഇടാം. ഈ ടാങ്കിലിടുമ്പോൾ പുല്ലില്ലാത്തതുകൊണ്ട് തന്നെ ഗ്രാസ് കാർപ്പ് അത്ര നമ്മൾ വളർത്തത്തില്ല. എന്നാൽ കട്ല, റോഹു, മൃഗാൾ ഈ പറഞ്ഞ മത്സ്യങ്ങൾ ഒരുമിച്ചോ ഒറ്റയ്ക്കോ നമുക്ക് വളർത്താവുന്നതാണ്. ഇതും ഒരു 6 മാസം കഴിയുമ്പോൾ നമുക്ക് 250 മുതൽ ചിലതിനാണെങ്കിൽ 500 വരെ, റോഹുവിനൊക്കെ 500 ഗ്രാം വരെയാണെങ്കിൽ വലിയ മീനാണ്. നമുക്ക് ഫ്രഷ് വാട്ടർ മത്സ്യങ്ങളാണ് ഇതെല്ലാം. ഇതിൻ്റെ നമുക്ക് ഫിഷറീസ് വകുപ്പ്, നമ്മുടെ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഫിഷറീസ് വകുപ്പ് ഈ പറയുന്ന മത്സ്യത്തിന്റെ കുഞ്ഞുങ്ങൾ സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച എനിക്കൊരു 600ഓളം മത്സ്യ കുഞ്ഞുങ്ങളെ കല്ലിയൂരുള്ള അവിടുത്തെ ഒരു സൊസൈറ്റിയിൽ അവർ ഫ്രീ ആയിട്ട് വിതരണം നടത്തുന്നുണ്ടായിരുന്നു. അപേക്ഷകൾ നമ്മളൊരു മെയ് ജൂൺ മാസം ആകുമ്പോൾ കൊടുക്കണം. നമ്മുടെ ജലസ്രോതസ്, അതായത് ടാങ്ക് ആണോ അതോ കുളമാണോ, ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള മത്സ്യങ്ങൾ അവർ സൗജന്യമായിട്ടൊരു സെപ്റ്റംബർ ഒക്ടോബർ മാസം ആകുമ്പോൾ നമുക്ക് തരും. ഇത് കൂടാതെ കർഷകരുടെ അടുത്തും മത്സ്യക്കുഞ്ഞുങ്ങൾ ഒരുപാടുണ്ട്. ആനാട് പോലുള്ള സ്ഥലത്ത് ഒരുപാട് പേര് മത്സ്യകൃഷി അവലംബിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് നിന്ന് പലതരം മത്സ്യങ്ങൾ, ഇത് മാത്രമല്ല, ഞാൻ കാണിച്ച മാത്രമല്ല, കരിമീന്, പിന്നെ വേറെ ഒരുപാട് മത്സ്യങ്ങൾ, ആറ്റുവാള പോലത്തെ മത്സ്യങ്ങളൊക്കെ നമുക്കവിടെ മുഷി അതുപോലെയൊക്കെ ഉള്ളത് നമുക്ക് ടാങ്കിൽ വളർത്താനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇത് വെർട്ടിക്കൽ ഇന്റഗ്രേഷന്റെ മറ്റൊരു ഉദാഹരണമാണ്. അക്വാപോണിക്സ് എന്ന് പറയും. താഴെ കാണുന്ന ടാങ്കിൽ വെള്ളമാണ്, അതിൻ്റെ അകത്ത് ഒരു 75 മുതൽ 100 മത്സ്യം, നേരത്തെ കാണിച്ച മത്സ്യങ്ങളിൽ ഏതെങ്കിലും നമ്മൾ ഇതിൻ്റെ അകത്ത് വളർത്തുന്നു. ഇതിലും നടുക്ക് കാണുന്ന പൈപ്പിന്റെ, കറുത്ത പൈപ്പിന്റെ ഏറ്റവും താഴെ വെള്ളത്തിന്റെ അടിയിൽ നേരത്തെ പറഞ്ഞ 1500 രൂപയുടെ ഒരു സബ്മർസിബിൾ മോട്ടർ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് വെള്ളം പമ്പ് ചെയ്ത് മുകളിലേക്ക് വരും. മുകളിൽ കാണുന്ന പച്ചക്കറികൾക്ക്, ഈ കാണുന്നത് വഴുതനയാണ്, മണ്ണ് ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ ചെടികളെ പിടിച്ചു നിർത്താനായിട്ട് നമ്മുടെ ചരല് പോലത്തെ ഒരു സാധനം മേടിക്കാൻ കിട്ടും, ലീക്ക എന്നാണ് അതിന്റെ പേര്. അത് ഈ ചട്ടികൾക്കകത്ത് നിറച്ചിരിക്കുവാണ്. ഇത് എൻ്റെ സ്ഥാപനത്തിൽ ഉള്ളൊരു ചിത്രമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വഴുതന, അതുപോലെ തന്നെ പച്ചമുളക്, തക്കാളി, പിന്നെ മഞ്ഞള്, ഇതൊക്കെ വളരെ നല്ല രീതിയിൽ വളരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. താഴെ മത്സ്യത്തിന്റെ വിസർജനവും നമ്മൾ കൊടുക്കുന്ന തീറ്റയുടെ അവശിഷ്ടങ്ങളും ഈ കനം കുറഞ്ഞ കറുത്ത പൈപ്പ് വഴി പമ്പ് ചെയ്ത് മുകളിൽ വന്ന് ഈ ചെടികൾക്കകത്ത് വീണ് അതിൻ്റെ അകത്തുള്ള മൂലകങ്ങൾ ഈ ചെടിക്ക് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങളും
ഭക്ഷണവും നൽകും. വെള്ളം അതേപോലെ തിരിച്ചു വീഴും. ഈ വീഴുന്ന വെള്ളത്തിന്റെ അനക്കം കാരണം മത്സ്യത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജന് കിട്ടും. ഇവിടെയും ഈ മോട്ടോർ തുടർച്ചയായിട്ട് തന്നെ പ്രവർത്തിക്കേണ്ടതാണ്. ഇത് ഞാൻ വികസിപ്പിച്ച പക്ഷേ കാർഷിക സർവകലാശാലയിലെ മറ്റൊരു ഡോക്ടർ ഗിഗിൻ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ വികസിപ്പിച്ചെടുത്ത ഒരു ലംബ കൃഷിയുടെ ഒരു വലിയ ഘടനയാണ്. ഇതിന് പക്ഷെ അല്പം സ്ഥലമുള്ളവർക്കും പിന്നെ നല്ല അല്പം കൂടെ പണം ചെലവാക്കാൻ കഴിയുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും അടിയിൽ കോഴിയെ നമ്മൾ വളർത്തുന്നുണ്ട്. അതിൻ്റെ മുകളിൽ മുയലുണ്ട്. മുയലിനും അതിൻ്റെ മുകളിൽ ആട്ടുംകൂടാണ്. അപ്പോൾ ആട്ടുംകൂടിൽ നിന്നുള്ള കാഷ്ടമാണെങ്കിൽ അസോളയുടെ ഇതിലേക്ക് വീണ് അസോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ചെടി ആ പായലിന് വളരാനുള്ള മൂലകങ്ങൾ കൊടുക്കും. ഈ പറയുന്ന അസോള നമ്മൾ എടുത്ത് ആടിനും മുയലിനും പിന്നെ കോഴിക്കും തീറ്റയായിട്ട് കൊടുക്കും. ഇത് കൂടാതെ രണ്ട് വശത്തും ഗ്രോ ബാഗുകളിൽ തട്ടായിട്ടാണ് സ്റ്റെപ്പ് ഉണ്ട്. അതിൽ നമുക്ക് തീറ്റപ്പുല്ല് വളർത്താം. മറ്റു വിളകൾ വേണമെങ്കിലും വളർത്താം. അതായത് ഈ ചിത്രത്തിന്റെ അതിച്ചൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. സ്റ്റെപ്പ് പോലെ ഗ്രോ ബാഗുകളുടെ അകത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് പലതരം പച്ചക്കറികളോ അല്ലെങ്കിൽ ഈ പറയുന്ന ആടിന് ആവശ്യമായിട്ടുള്ള തീറ്റ നമുക്ക് ഫോഡർ നമുക്ക് വളർത്താവുന്നതാണ്. ഏറ്റവും മുകളിൽ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഡ്രിപ്പ് വഴി നമുക്ക് തുള്ളി നന വഴി ജലസേചനം നമുക്ക് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ചെടിക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങളും അതിൽ കലക്കി നമുക്ക് കൊടുക്കാവുന്ന വെള്ളത്തിൽ അലിയുന്ന 19 പോലത്തെ രാസവളം കിട്ടും. അത് ചെടികൾക്ക് നൽകണം എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ അകത്ത് ലയിപ്പിച്ച് കൊടുക്കാം. അതല്ല ഗോമൂത്രം നീർപ്പിച്ചത് അത് അതിൻ്റെ അകത്ത് കൊടുക്കാം. ചാണകത്തിന്റെ തെളി അത് വേണമെങ്കിൽ നീർപ്പിച്ചാണെങ്കിൽ അതിൻ്റെ അകത്ത് കൊടുക്കാം. ഇത് അല്പം കൂടെ പണം ചെലവാക്കാൻ പറ്റുന്നവർക്ക് അവലംബിക്കാവുന്ന ഒരു ലംബ കൃഷിയുടെ മാതൃകയാണ്. അപ്പോൾ ഇത് ഇത്രയായിരുന്നു എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ഇതിന്റെ ഒരു ഇപ്പോൾ അവസാനം കാണിച്ചതിന്റെ ഒരു ചെലവാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ചെലവ് ഞാൻ പറഞ്ഞല്ലോ നല്ല കൂടുതലാണെങ്കിലും പല വർഷം ഒരു 5-ാം വർഷം ആകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം 30 ലക്ഷം വരെ രൂപ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതതിൻ്റെ ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ കാണിച്ചത് ഇങ്ങനെ ഒരു ഘടനയുണ്ട്. കൂടുതൽ സ്ഥലവും കൂടുതൽ പണവും ചെലവാക്കാൻ കഴിയുന്നവർക്ക് വിളകൾ മാത്രമല്ല അതിനോടൊപ്പം ആട്, കോഴി, പിന്നെ മുട്ടയിടുന്ന കോഴി, അതുപോലെ തന്നെ മുയല് വളർത്താവുന്ന ഒരു ഘടനയാണ്. ഇതിത്രയായിരുന്നു എനിക്ക് നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ള ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ എൻ്റെ ഇമെയിൽ അഡ്രസ്സും നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കുറിച്ചെടുക്കാം. ആവശ്യമുള്ളവർക്ക് ഇത് എന്നെ സമീപിച്ചു കഴിഞ്ഞാൽ, എന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, വിവരങ്ങൾ, ഈ ചിത്രങ്ങൾ ഒക്കെ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. മാത്രമല്ല നിങ്ങൾ ഈ സ്ഥാപനത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ആളുകൾ, താമസിക്കുന്നവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് നേരിട്ട് കാണാവുന്നതാണ്. എന്നിട്ട് നമ്മുടെ ഏത് രീതിയാണ് നിങ്ങൾക്ക്, ഇത് മാത്രമല്ല വേറെ പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷെ ഇന്ന് വിഷയം ലംബകൃഷി ആയതുകൊണ്ട് ഞാൻ അതിൽ കേന്ദ്രീകരിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഈ സ്ഥാപനത്തിലേക്ക് ഞാൻ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചുരുങ്ങിയ സെഷൻ നിർത്തും.